ഇന്ന് നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ച ബിനുവച്ചൻ പറഞ്ഞു വെച്ചു, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, വേർതിരിക്കപ്പെട്ട പുരോഹിത ഗണമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തരാണ് എന്നാണ് കത്തോലിക്ക പഠനം നമ്മളെ പഠിപ്പിക്കുക. സഭയുടെ ടീച്ചിങ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ശരിക്കും കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥത്തില് 902 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികളാണ്, അഭിഷേകം ചെയ്ത അഭിഷിക്തരാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത അഭിഷിക്തരാണ് എങ്കിൽ ആ കർത്താവിന്റെ അതേ ശക്തി ആണ് നമ്മളിലേക്ക് ആവഹിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതിൽ അധികമായി നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈ വചനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരിക്കും നമുക്ക് ഈ കഴിഞ്ഞ ഒരു മാസം മിക്കവാറും ഇടവിടാതെ എല്ലാ ദിവസങ്ങളിൽ തന്നെ 3, 4, 7 ദിവസങ്ങളിൽ 7 ദിവസമായിട്ട് 2 പ്രാവശ്യം ഫാസ്റ്റിംഗ് എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നമ്മൾ വചനം പറഞ്ഞ്, കർത്താവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. കഴിഞ്ഞ ദിവസം നമ്മള് സിബിച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. സിബിച്ചിന്റെ ഇവിടെയുള്ള ബന്ധുക്കള് നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, എപ്പോ വേണമെങ്കിലും വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് ബന്ധപ്പെട്ടവർ പറയണം, നിങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് എടുക്കുന്ന നിമിഷം ആള് പൂർണ്ണമായിട്ട് ശ്വാസം നഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. എല്ലാ അർത്ഥത്തിലും വൈദ്യശാസ്ത്രപരമായി മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അവരുടെ നാട്ടിൽ നിന്ന് ഈ സഹോദരന്റെ ജീവിത പങ്കാളി വിളിച്ച് ഇതിനു വേണ്ടിയായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് എടുക്കണോ വേണ്ടയോ. ദൈവം ഇതല്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മക്കൾക്ക് വേണ്ടി നമ്മള് ഇവിടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, അവൻ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രാർത്ഥിച്ചപ്പോൾ കരം അനങ്ങുന്നതായിട്ട് ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, ജീവിച്ചാൽ തന്നെയും 90% ഡെഡായ അവസ്ഥയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഈ വ്യക്തി ജീവിച്ചാൽ തന്നെയും ഒരു അവയവവും അനങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു അവയവം പോലും അനങ്ങില്ല. കണ്ണു തുറക്കുകയോ കാലനക്കുകയോ കൈ അനക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ബ്രെയിൻ പരമായി എന്തെങ്കിലും പ്രവർത്തികളോ ഒന്നും ഉണ്ടാകില്ല. ഒരു ബോഡിയായി വെറുതെ കിടക്കാം. ലാസ്റ്റ് ഏത് ദിവസമായിരുന്നു? ബുധനാഴ്ച അവരെ വിളിച്ചപ്പോൾ ബുധനാഴ്ച 10 മണിയായി കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും പറഞ്ഞു, 100% ഈ വ്യക്തി പൂർണ്ണമായിട്ട് ഡെഡായി. ഇനി വെന്റിലേറ്ററിൽ നിന്നുള്ള ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം എപ്പോൾ എടുക്കുന്നുവോ അപ്പോൾ അവരുടെ സൗകര്യത്തിലാണ് എടുക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഡെലിവറൻസിന് വേണ്ടി ഇന്ന വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കൂട്ടായ്മയില് മധ്യസ്ഥം പ്രാർത്ഥിച്ചു ഒത്തിരി മക്കള്. വിത്തിൻ 3 നമ്മളിവിടെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി. വിത്തിൻ 3 അവേഴ്സിനുള്ളിൽ അവര് നാട്ടിൽ അവരുടെ സഹോദരിയുടെ അനുജത്തി ഇവിടെയുണ്ട്, ആൻഡോറില്. അവിടുന്ന് അവർ വിളിച്ചു പറഞ്ഞു, മെഡിസിൻ റിയാക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് ശരീരം കഴിയുന്നത് പിന്നീടാണ്. മെഡിസിൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും പ്രാർത്ഥിച്ചു. ഇന്ന് കാലത്ത് അവര് വിളിച്ചിട്ട് പറഞ്ഞു, കൈ ഉയർത്തി കണ്ണുകൾ തുറന്ന് ഈ
വ്യക്തിയെ നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെന്റിലേറ്ററിൽ നിന്ന് എപ്പം മാറ്റിയാലും ബാക്കി കർമ്മങ്ങൾക്ക് റെഡിയായിരുന്ന കുടുംബത്തോട് കർത്താവ് പറഞ്ഞു, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവവചനം കടന്നു എന്ന് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മളിപ്പോ നമുക്ക് സാധ്യമല്ലാതിരിക്കുന്ന ഏത് അവസ്ഥയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എന്ന് ചോദിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നീ നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വചനത്താലാണ് നീ രക്ഷിക്കപ്പെടുക. ഹല്ലേലൂയ. പലപ്പോഴും പലരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വചനം ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ജോലി ബ്രദർ പറഞ്ഞു, ജോലി ബ്രദർ പറഞ്ഞു, വിൽസൺ ബ്രദർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എന്നുള്ളതല്ല. അവരെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചത് ദൈവം കൊടുത്ത സന്ദേശം ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവവചനത്താൽ അവർ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മള് തുടർന്നുള്ള ആരാധനയില് ഈ ദൈവവചനം ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ മുമ്പിൽ. വചനം മാംസമായി ധരിച്ച് ഇന്ന് അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുന്ന പൂർണ്ണ രൂപമുള്ള, നമ്മളെ കൈനീട്ടി സ്പർശിക്കുവാൻ ശക്തിയുള്ള, നമ്മളോട് സംസാരിക്കുവാൻ ശക്തിയുള്ള അതേ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് വിഷമങ്ങളായാലും ഇന്ന് കർത്താവിനോട് ഈ രാത്രി നമുക്ക് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഞാൻ ഒരിക്കലും എനിക്ക് ലഭിക്കില്ല എന്ന് വിചാരിക്കുന്ന എന്ത് ചിന്തയും ശരിക്കും നമുക്ക് മുഠായിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് സഹോദരങ്ങളെ. ശരിക്കും ഇങ്ങനൊരു സന്ദേശം കൈ അടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരി അവിശ്വസിക്കില്ല എന്നൊക്കെ ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം. എന്റെ ഒരു സുഹൃത്ത് അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, നിങ്ങൾക്കറിയാം, ഒരു വർഷമാകുകയാണ്. ഇതേ സെയിം അവസ്ഥയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം വെന്റിലേറ്ററിൽ നിന്ന് എപ്പോ വേണമെങ്കിലും എടുത്താൽ അതേമാതിരി തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വ്യക്തി മുമ്പിൽ വെന്റിലേറ്ററിൽ എടുക്കണോ വേണ്ട എന്നൊരു ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് ആൻസർ പറയേണ്ടത് കർത്താവ് തന്നെയാണ്. കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞു, അതിന് അധികാരമുള്ളവൻ ഞാനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിന് അധികാരമുള്ളവൻ ഞാനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതാണ് നമുക്ക് എസെക്കിയേൽ രാജാവ് തന്റെ മരണം ദൈവം സ്വർഗത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴും കണ്ണീരോട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ജീവിതകാലം നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. മരിച്ച നമ്മുടെ അവസ്ഥകള്, ഇനി ഒരുപക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന അവസ്ഥകള്, ഇന്ന് കണ്ണീരോടുകൂടി എന്റെ കർത്താവിലേക്ക് ഞാൻ മുഖം തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ രാത്രി വിടുതൽ നൽകുന്ന കർത്താവാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നമുക്ക് ഇതേ ജീവിതത്തിലെ ദൈവവചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് കേൾക്കാം, നമുക്കിരിക്കാം. നമുക്ക് ഈ പ്രാവശ്യം നോട്ടിംഗ്ഹാമിൽ നിന്ന് ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് നമ്മുടെ ലൈഫ് ശുശ്രൂഷയെ പങ്കെടുക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നിട്ടുണ്ട്. അവര് നിങ്ങളോട് അവരുടെ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതായി. കൊച്ചിനും കൊണ്ട് പോലെ എൻ്റെ പേര് ഷിജു. ഞങ്ങൾ നോർത്താമ്പിൽ നിന്നാണ് വന്നത്. എൻ്റെ മാരേജ് 2008 കഴിഞ്ഞു. 2007. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. നിയർലി ഐ തിങ്ക് വി ഹാഡ് അറൗണ്ട് 3 മിസ്കാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ചേച്ചി പറഞ്ഞ് പോളി ബ്രദറിനെ കുറിച്ചൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞ് IVF ട്രീറ്റ്മെന്റ് ഒന്നും പോകാം. ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയാൻ IVF പോകണം. നമ്മൾ ആ ഒരു സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് മിസ്കാരേജ് അറൗണ്ട് 6 months 6 weeks. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ മിസ്കാരേജ് വന്നത് 6 months. അതായത് ഒരു മുഴുവൻ ഒരു കുഞ്ഞായിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ. ആ ഒരു വിഷമിച്ചിരുന്ന സമയത്താണ് പോളി ബ്രദർ എന്നെ വിളിക്കുന്നത്. പോളി ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് പോകണ്ട. ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ IVF-നെ ചെന്നു. പക്ഷെ എന്നിട്ട് ഞങ്ങൾ ചെയ്തില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാതെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒരു ഓമനക്കുട്ടി ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് അവരുടെ പേര് ഞങ്ങൾക്ക് ദൈവം തന്നതാണ് മാത്യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ 1.5 വർഷമായിട്ട് വരണമെന്ന് വിചാരിച്ച് ആഗ്രഹിക്കുകയായിരുന്നു. 1.5 വർഷം പല കാരണങ്ങളാൽ എത്താൻ പറ്റിയില്ല. പക്ഷെ
ദൈവമായ കർത്താവ് ഇവിടെ തന്നെ എനിക്ക് പല കുടുംബങ്ങൾ പരിചയപ്പെടുത്തി ഇന്നിവിടെ എന്നെ കൊണ്ടുവന്നെത്തിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. താങ്ക് യു. സഹോദരങ്ങളെ, ഇവർ വിളിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഇവരോട് പറഞ്ഞു വെച്ച ഒരു സംഭവം ഇതാണ്: നിങ്ങൾ IVF അല്ലാതെ ഇനി IVF ചെയ്താൽ ഉറപ്പൊന്നുമില്ല, IVF അല്ലാതെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം അങ്ങനെയൊക്കെ പറയും, വൈദ്യശാസ്ത്രം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് വൈദ്യശാസ്ത്രം ചെയ്യുമ്പോൾ ദൈവാലോചന അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു നീ IVF ചെയ്യണം. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. ഇവരെ ഇപ്പൊ പറഞ്ഞതുമാതിരിയൊന്നുമല്ല, ഇവരുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് ഒത്തിരി സമ്മർദ്ദം ഉണ്ടായിരുന്നു ചെയ്യാൻ. പലപ്പോഴും ഇവരതൊക്കെ മാറ്റിവെച്ച് കാത്തിരുന്നു. ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അബ്രഹാം വാഗ്ദാനം സ്വീകരിച്ചത് ഉണ്ടാകുന്നത് വരെ കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി പിന്നെ ഒരു IVF-നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതായ ഒരു ആവശ്യമുള്ളൂ. ഇവര് ഇതിൽ വിശ്വസിച്ചു, അവരോട് പറഞ്ഞ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ആ വചനം അവരുടെ ജീവിതത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് അവർക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരുപക്ഷെ ഇന്ന് ഞാൻ ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരെ ഒരു പക്ഷെ നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ കൂട്ടായ്മയില് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൊക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. യേശുവേ, ദൈവവചനത്തിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. കാരണം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഉദരബലം കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ കുടുംബം വിളിച്ചിട്ട് പറഞ്ഞു, അത് ഞങ്ങള് സഹോദരന് വേണ്ടി എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, അവരിലാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തായാലും അവരായിട്ട് നാട്ടിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതേ അവര് പ്രാർത്ഥിച്ചില്ല, 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന്. അവരെ എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തു. വേറെ അവസ്ഥയൊന്നും അവരുടെ മുമ്പിലില്ല. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ അവസ്ഥയിൽ 2 മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് തരാൻ കർത്താവ് തരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ബോധ്യം തന്നെ ഉണ്ടാകണം. ഹല്ലേലൂയ. ആത്മാവ് തന്നെ സംസാരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിന് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ, നമ്മള് വചനത്തിൽ വിശ്വസിക്കുക. മനുഷ്യനല്ല ആശ്രയം വെക്കേണ്ടത്, ദൈവവചനത്തിൽ വിശ്വസിക്കുക. ആ വചനത്തെ നമ്മൾ ആഴത്തിൽ അതിനോട് മുറുകെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് 1-2 പേര് സാക്ഷ്യം പറയുന്ന കാര്യം എന്നോട് പറഞ്ഞു. സാക്ഷ്യം പറയാൻ നല്ലവരെ കണ്ടുപിടിക്കുക. എന്റെ പേര് ഷേർലി. ഞാനിവിടെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ നൈറ്റ്വീജിൽ ഞാനിവിടെ വരുമ്പോൾ ഒത്തിരി വിഷമത്തോടെയായിരുന്നു വന്നത്. കാരണം നൈറ്റ്വീജിലിന് വരുന്നതിന് 2 ദിവസം മുമ്പ് എന്നിൽ നിന്നൊരു ട്രാൻസ്ഫർ ഉണ്ടായി. ഞാൻ ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു എന്ന് പറയുന്നൊരു വലിയ കേസ് ക്യാൻസർ പേഷ്യൻസ് ആണ്. അവർക്ക് വലിയൊരു സർജറി കഴിഞ്ഞ് ട്യൂസ്ഡേ ദിവസങ്ങളിൽ വരും. അപ്പം 2 പേഷ്യൻസ് വന്ന് എനിക്ക് ഒരെണ്ണത്തിന് ഒരു ഫിലിപ്പിനോ സ്റ്റാഫിനും കിട്ടി. ഞങ്ങൾ 2 പേരും വളരെ കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഒത്തിരി അധ്വാനിച്ച് രാവിലെ ആയപ്പോഴത്തേക്കും ആ പേഷ്യനെ എസ്റ്റിബേറ്റ് ചെയ്യണം, ട്യൂബ് മാറ്റണം. ആ സമയമായപ്പോൾ നമ്മൾ PCI എന്ന് പറയുന്ന പേഷ്യൻ്റ് കൺട്രോൾ അനാലിസിസ് ഒരു CD ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അമ്മ ഒരു പുതിയ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഏത് ഡ്രഗാണ് കൊടുക്കണമെന്ന് ചോദിച്ചു. ഞങ്ങളൊന്ന് മോർഫിനോ സെൻറ്ററിൽ ഏത് വേണമെങ്കിലും കൊടുക്കാൻ, ഏതും സാധനം കൊടുക്കുന്ന അലർജി അല്ല, കുഴപ്പമില്ല, കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതാ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മോർഫിൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ ആ ഡോക്ടർ ടിക്ക് ചെയ്തിട്ട് പോയത് ഒരു പ്രിസ്ക്രിപ്ഷനിൽ പേപ്പറിൽ 2 ടിക്ക് മാത്രമേ ഉള്ളൂ. ഒന്നിൽ മോർഫിനല്ലേ ഫെന്റനിലെ. പുള്ളി ടിക്ക് ചെയ്തത് ഫെന്റനിലായിരുന്നു. ഞങ്ങൾ പേപ്പർ നോക്കാതെ തന്നെ ചെറുതിയിലെ പേഷ്യൻസിന്റെ സെഡേഷൻ കുറച്ചുകൊണ്ടിരിക്കുക. അവർ ട്യൂബ് വലിച്ചു വരയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങൾ ഓടിപ്പോയി മോർഫിൻ പ്രിപ്പയർ ചെയ്ത് ഓടിക്കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് വീട്ടിലും പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വൈകുന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. രാവിലെ നിങ്ങൾ 2 പേരും സ്റ്റാർട്ട് ചെയ്ത ഇഞ്ചക്ഷൻസ് 2ഉം വേറെയായിരുന്നു. മോർഫിനാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫെന്റനിലായിരുന്നു 2 പേഷ്യൻ്റെ ഓർഡർ. അത് വലിയ പ്രശ്നമായിട്ടുണ്ട്. ഒരു പേഷ്യന്റിനെ വാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
അവിടെ ചെന്നപ്പോൾ അവരത് കണ്ടുപിടിച്ചാണ്. രാവിലെ ആരും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് അവരിവിടെ വന്നു, വലിയ പ്രശ്നമുണ്ടായി. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, എല്ലാവരും എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ടെൻഷനായി. എങ്കിലും എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം അറിഞ്ഞുകൊണ്ട് തെറ്റല്ല, ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഒരു നിമിഷം എടുത്ത് ഒന്ന് പേപ്പർ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു, അതൊരു ഫോൾട്ടായിരുന്നു. ദൈവം മുമ്പാകെ ക്ഷമ ചോദിച്ചു, കർത്താവ് നീ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇവിടെ പെട്ടെന്ന് തന്നെയായിരുന്നു നൈട്രജൻ വന്ന് ഇവിടെ എഴുതിയിട്ട്, പ്രത്യേകം ബുക്കിൽ എഴുതിയിട്ട് എൻ്റെ കൂടെ വന്നവരോടൊക്കെ പറഞ്ഞു പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. നൈട്രജൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാട്രൻ ഞങ്ങളെ വിളിപ്പിച്ചു, 2 പേരെയും വിളിപ്പിച്ചു. എന്നിട്ട് ഒരു പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ച് അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഇത് വെച്ചിരിക്കുകയാണ്, പോളിസികൾ മുഴുവൻ വായിക്കണം, എന്നിട്ട് ഇതിലൊരു സൈൻ ഇടണം. ഞങ്ങൾ PCR ട്രെയിനിങ് എവറി 2 ഇയറിലേ ചെയ്യാറുള്ളത്. അതെനിക്ക് നെക്സ്റ്റ് ഇയറിലെ ഡ്യൂ വരുന്നുള്ളായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്ത് കഴിയണം. അതുവരെ CD ഒന്നും ഉപയോഗിക്കില്ല. പെട്ടെന്ന് തന്നെ ഈ മാർച്ച് 4-ാം തീയതി എനിക്ക് CDയുടെ ആ ട്രെയിനിങ് 4 മണിക്കൂർ ട്രെയിനിങ്ങേ ഉള്ളൂ. ജസ്റ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒന്ന് പോയാൽ മതി. അവിടെ ചെന്ന ട്രെയിനിങ് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, നിങ്ങൾ അന്നേരം അവിടെ ഇരുന്നു. പിന്നെയും ഫിലിപ്പിനോ സ്റ്റാഫ് ഇവരോട് ചോദിക്കണം ഇത്രയേ ഉള്ളോ എന്ന് പിന്നെയും ചോദിക്കാൻ. ഞാൻ എൻ്റെ കർത്താവെ നീയാണ് ചെയ്ത അത്ഭുതമാണ്, എന്താ നിനക്ക് വേറെല്ലാം വേണ്ടിയിരുന്നോ എന്ന് അവരൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു നീ എന്താ അങ്ങനെ ചോദിച്ചത്, എന്തിനാ വെറുതെ ചോദിച്ചത് അങ്ങനെ നിജം പറയും. ഒരു സിഗ്നേച്ചറിന് മാറിപ്പോയിട്ട് RCന് ഇടപെടുകയും ഒരുപാട് ഹിയറിങ്ങിന് പോവുകയും എല്ലാം ചെയ്തവർ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ട്രഗർ വന്നിട്ട് ഇത്രയേ ഉള്ളൂ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. നൈട്രജനിൽ ചെന്നിട്ട് ഇവിടെ ബുക്കിൽ എഴുതിയിട്ട് പ്രത്യേകം ഈശോയുടെ കാര്യങ്ങളിൽ എഴുതിയിട്ട് വന്ന കാര്യമാണ്. അതിലാണ് നമുക്ക് ഈശോയാണ് ഇതിനകത്ത് പ്രത്യേകം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞ സാക്ഷ്യത്തിലെ വലിയൊരു സത്യം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒത്തിരി മക്കളെ സാക്ഷ്യപ്പെടുത്തുന്ന ഞാൻ വിളിച്ചു പറഞ്ഞു, പല രീതിയിലൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി വർഷമായിട്ട് വിവാഹം നടക്കാതിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബം വിളിച്ചു പറഞ്ഞൊരു ഇതാണ്. ഒരു പ്രാവശ്യം ഇവിടെ ലൈറ്റ് വിജിൽ വന്നപ്പോൾ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, എഴുതിയിട്ട് പ്രാർത്ഥിച്ച് അന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സന്ദേശം പറഞ്ഞ വ്യക്തി പറഞ്ഞു വിവാഹ തടസ്സം മാറിപ്പോകുന്നതായി. ഹല്ലേലൂയ, യേശുവേ നന്ദി. 11 വർഷമായിട്ട് കല്യാണത്തിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്, പക്ഷെ എന്താ നടക്കുന്നത്. പ്രീസണോ. ഹല്ലേലൂയ. ആ ഒരു രാത്രിക്ക് ശേഷം പ്രീസണോ. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ക്രിസ്തുവിലേക്ക് നോക്കിയവർ പ്രകാശിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആ ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് എഴുതിയിട്ട് വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് പ്രകാശം അടിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് സംഭവിക്കും. ഇനി ആരോ സാക്ഷ്യം പറയാം. സർവമഹത്വം അങ്ങേക്ക്. ഞാൻ ഈ സാക്ഷ്യം ഒക്ടോബർ മാസത്തില് ഷീബ അന്ന് കെന്റിൽ നിന്ന് വന്ന് ഇവിടെ നമുക്ക് ടോക്ക് തന്നതാണ് ബൈബിൾ. അന്ന് ഞാൻ പറയാൻ വേണ്ടിയിരുന്നു, പക്ഷെ അന്നേരത്തേനും ഈ ബൈബിൾ ഇതെല്ലാം ഡിസ്കണക്ട് ചെയ്തായിരുന്നു മൈക്കിൽ. അപ്പം അടുത്ത പ്രാവശ്യം പറയാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ 3 കാര്യം എഴുതിയിട്ട് പ്രാർത്ഥിച്ച്. അപ്പൊ ഇന്ന് അതിന്റെ റിസൾട്ടോട് കൂടി ദൈവത്തിനെ സർവ്വശക്തിയോടുകൂടി മഹത്വപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയാൻ എനിക്ക് സാധിച്ചതിന് സർവ്വശക്തനും നന്ദി. ഒരു കാര്യം, എൻ്റെ സിസ്റ്റർ ഇവിടെ പൂളിൽ വർക്ക് ചെയ്തോണ്ടിരുന്നേ. അവള് 10 വർഷം കഴിഞ്ഞ ഇപ്പം 2nd ബേബിയെ ഗർഭിണിയായത്. അപ്പൊ അവള് പറഞ്ഞു ശരി നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക്. കാരണം അവളെപ്പോഴും അബ്നോർമൽ ആയിട്ടുള്ള കൊച്ചിനെ സ്വപ്നം കാണും. പിന്നെ അവളെ ഇങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള കൊച്ചി ഫ്രണ്ടിൽ ഇങ്ങനെ എപ്പോഴും കാണുന്നതെന്ന് പറയുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞെടി അങ്ങനെ വിഷമിക്കണ്ട, ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കും, രാവിലെ പ്രാർത്ഥനയും ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എഴുതിയിട്ട് അത് പറഞ്ഞു. പിന്നെ എൻ്റെ സാലറിയുടെ കാര്യം പറഞ്ഞു, അന്ന് തരാമെന്ന് പറഞ്ഞുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സാലറി അത് ഞാൻ എഴുതിയിട്ട് അതും എനിക്ക് കിട്ടി. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് PR ബ്ലീഡിങ് ആയിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും വന്നായിരുന്നു. 2 ജാഗ്രപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നാട്ടിൽ പോയി കൊളോണോസ്കോപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞ്
ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. പിന്നെ ഒരു ബയോപ്സി എടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നു, എല്ലാം നോർമലായി. എല്ലാം നടത്തി തന്നു. ദൈവത്തിന് സ്വസ്ത്രം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ എല്ലാ പ്രാർത്ഥനാ സഹായം. കാരണം ബ്രദർ നമുക്കൊരു ധൈര്യവും തരുന്നുണ്ട്. എഴുതിയിടുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികൾ അതിൽ പതിക്കുന്നുണ്ടെന്ന്, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോടും അത് ഞാൻ പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്വസ്തി. ഇതൊക്കെ സത്യമാണ്. അത്ഭുതങ്ങളൊക്കെ നമുക്ക് ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? ക്രിസ്തുവിനെ പോലെ ആകപ്പെടുന്ന ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശു തന്നെ പറഞ്ഞത്, ഞാൻ ചെയ്തതിൽ അധികമായി നിങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടേണ്ട മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിൽ നമ്മളിൽ വേണ്ട ഏറ്റവും വലിയൊരു ഗുണം പാവരഹിതമായ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇസ്രായേൽ ജനത്തെ ജോഷുവ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ജോഷുവ നയിച്ചുകൊണ്ട് വരികയാണ്. വരുമ്പോൾ ആയി പട്ടണം എന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടണത്തിന്റെ മുമ്പിൽ രാജ്യം അടിവര വെക്കുക. വലിയ ജെറുസലേം പട്ടണത്തെ കീഴ്പ്പെടുത്തി ഒരു ചെറിയ പട്ടണത്തിന്റെ മുമ്പിൽ വന്ന് അവര് അടിയറ വെച്ച് 36 പേര് വധിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ജോഷുവ വസ്ത്രം കീറി തലയിൽ ചാരമിട്ട് ജോഷുവയും പ്രധാന പുരോഹിതന്മാരും ഒക്കെ ഈ ദൈവത്തിന്റെ സന്നിധിയില് കേടകത്തിന് മുമ്പിൽ കമന്ന് വീണത് കിടന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം ഇറങ്ങി വന്നു. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ജോഷുവയോട് പറഞ്ഞു, ജോഷുവ നീ ഇങ്ങനെ കമഴ്ന്ന് കിടന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കമഴ്ന്ന് കിടന്നത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. നീ എഴുന്നേൽക്കുക. നിന്നിൽ പാപം, ഇസ്രായേൽ ജനത്തിൽ പാപം പതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ നിന്റെ കൂടെ വരണമെങ്കിൽ, ദൈവം നിന്റെ ഒപ്പം യാത്ര ചെയ്യണമെങ്കിൽ നിന്റെ പാപാവസ്ഥ നിന്നിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ രോഗാവസ്ഥയിലാണോ, നമ്മുടെ ഏതെങ്കിലും ബന്ധനാവസ്ഥകളിലാണോ, നമുക്ക് ഏതെങ്കിലും കടബാധിതരാണോ, നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാണോ, ഏതവസ്ഥയായാലും അതിന് കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തി പാപത്തെ ത്യജിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ എനിക്ക് വേറൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിൽ ക്രിസ്തു രൂപപ്പെടുമ്പോൾ, എന്റെ നിഴലടിക്കുമ്പോൾ തന്നെ, എന്നിൽ രൂപപ്പെട്ട ക്രിസ്തുവിന്റെ നിഴലടിക്കുമ്പോൾ തന്നെ എന്നിലുള്ള സാത്താന്റെ സാന്നിധ്യം വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ പൈശാചിക സാന്നിധ്യം വിട്ടുപോയി എന്ന് വചനം പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. വലിയ രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ വലിയ ഒരു അഗ്നേയ സർപ്പത്തിന്റെ വിഷദംശനമേറ്റ് നിൽക്കുന്ന ഇസ്രായേൽ ജനം മോശയുടെ അടുത്ത് വന്ന് പറയുകയാണ്, മോശെ നിനക്കും ദൈവത്തിനും എതിരായി ഞങ്ങൾ പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് സർപ്പദംശനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചതിന് ഏക കാരണം പറയുകയാണ്. അവർ വന്ന് മോശയോട് പറഞ്ഞു, ദേ നിന്നോട് നിന്റെ ദൈവത്തോടും എതിരെ ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് പറഞ്ഞു, നീ പിച്ചള സർപ്പത്തെ ഉയർത്തുക. ആ സർപ്പത്തിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. ദൈവവചനം ആരനുസരിക്കുന്നുവോ അവര് രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം എന്റെ ജീവിതത്തിൽ ആര് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് രക്ഷയുണ്ട്. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനം പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിനക്ക് ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുക, നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, നീ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് നീ ചോദിക്കുക, നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇഷ്ടമുള്ളത് നീ ചോദിക്കുക, നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. എന്റെ വാക്കുകൾ നിന്നിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. എന്റെ വചനം നിന്നിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നിന്നിൽ വസിക്കണം.
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി.